ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫ്രോസ്റ്റഡ് ഫാൻറ്റസി. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മൾ ക്രം കോട്ടൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നാക്കിയിട്ട് ഡെക്കറേഷനിലേക്ക് കിടക്കാം. ഈ ഒരു കേക്ക് വരുന്നത് നമ്മളുടെ നന്മണ്ട മൃഗാശുപത്രി ഉണ്ട്, നന്മണ്ട 12 കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോകണം. അതിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. അവർ സ്പൈഡർമാൻ്റെ തീമിലായിരുന്നു സെറ്റാക്കാൻ പറഞ്ഞത്. ഡിസൈന് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1 kg ടോളാക്കി ചെയ്തൊരു റെഡ് വെൽവെറ്റ് ഫ്ലേവറിലാണ് സംഭവം വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒരു ചെറിയ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്പൈഡർമാൻ്റെ ഒരു ജസ്റ്റ് പ്രിൻറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ മുകളിൽ വെക്കാനും ചെറിയൊരു സ്പൈഡർമാൻ്റെ പ്രിൻറ്റ് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് കുറച്ച് ഫോക്സ് ബോൾസും കൂടെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. ബ്ലൂ ആൻഡ് റെഡ് 2 കളറിലായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ 2 കളറിലുള്ള കുറച്ച് ഫോക്സ് ബോൾസും കൂടെ ഒന്ന് താഴെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ നെയിമും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ജസ്റ്റ് ഫോണ്ടനിൽ റൈറ്റ് ചെയ്തിട്ട് താഴെ ആ ഒരു സ്പേസിൽ വെച്ചു. വേറെ എവിടെയും വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ദെൻ ടോപ്പർ വെക്കണമല്ലോ, അപ്പോൾ ഒരു കുഞ്ഞു ടോപ്പർ വെച്ചു. വലിയ ടോപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് വിചാരിച്ചൊരു ലുക്ക് കിട്ടാത്തത് കൊണ്ട് കുഞ്ഞു ടോപ്പർ വെച്ചു. അങ്ങനെ ആ കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവർ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സൈഡാക്കി വെച്ചു. ഇനി നെക്സ്റ്റ് വൺ, ഇത് നമുക്ക് ഡെലിവറി പന്നൂരില്ലേ, അവിടേക്കായിരുന്നു കേട്ടോ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവരവിടേക്ക് എത്തിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ നന്മണ്ട സോപ്പി റോഡില്ലേ, അവിടെ വന്ന് കളക്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് വഴി പറയാം. ദെൻ ഒരു 5th ബർത്ത്ഡേൻ്റെ കേക്കായിരുന്നു ഇത്. നമുക്ക് 5 എന്നൊക്കെ ഉള്ള ലെറ്ററിൽ കസ്റ്റമൈസേഷനാണ് വരുന്നത്. അപ്പം അത് പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു നമ്പർ ടോപ്പർ വെച്ചിട്ട് സെറ്റാക്കി വെച്ചു. കേക്ക് നമ്മളൊരു 1 kg ടോളാക്കി ചെയ്ത ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് കേക്ക് വരുന്നത്. ദെൻ ഒരു സിമ്പിൾ ആൻഡ് ഹംബിളായിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു. അവർ റെഫറൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ചെറിയൊരു ബേബീൻ്റെ പ്രിൻറ്റും കൂടെ ഇൻസേർട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതും കൂടെ സെറ്റ് ചെയ്ത് ഫോക്സ് ബോളും വെച്ചു, ആ ടോപ്പറും വെച്ചു. ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ കേക്ക് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇത് നമുക്ക് ഡെലിവറി ഉണ്ട്, ഞാൻ വഴിയെ പറയാം. ഇനി നമുക്ക് ഫ്ലവർ സെറ്റാക്കാനുണ്ട്. ഫ്ലവർ സെറ്റാക്കാനുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കേക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രഷ് ഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സ്റ്റാക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് കാലമായി ഇപ്പോൾ 2 ടയറൊന്നും ഇല്ലാതെ ടച്ച് വിട്ടോന്നൊരു ഡൗട്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലപോലെ തന്നെയാണ് ചെയ്തത് എന്നാണ് എൻ്റെ ഒരു ഇത്. എവിടേക്കോ ഒരു ചെറിയൊരു പാളിച്ച വന്നിട്ടുണ്ടോയെന്നും ഒരു ഇതുണ്ട്. അങ്ങനെ കേക്ക് നമ്മൾ പതിയെ സ്റ്റേക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്മണ്ട 14 40s അവിടെ വെച്ചായിരുന്നു ഈ പ്രോഗ്രാം. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്കുമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിൽ ബ്ലാക്കും താഴെ വൈറ്റും ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ടോട്ടൽ ഒരു 2 kg ആണ് വരുന്നത്. അങ്ങനെ നന്മണ്ട 13 ഒരു ഷോപ്പിൻ്റെയും കൂടെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ത്രൂ കിട്ടിയതായിരുന്നു, ആളുടെ ഫ്രണ്ട് വഴി കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് വന്നിട്ടൊരു 2.5 kg വരുന്ന ചോക്ലേറ്റ് ട്രഫിളായിരുന്നു. അത്യാവശ്യം പീസസ് സെറ്റാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 3 kgൻ്റെ ബേസിലാണ് കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 91 പീസസോളം നമുക്കൊരു നോർമൽ നമുക്ക് കിട്ടും. അപ്പോൾ കേക്ക് നമ്മൾ ആകെ 2 ലെയറിലാണ് ചെയ്തത്. കുറേ പീസസ് കിട്ടാനും അധികം കസ്റ്റമർ പ്രിഫർ ചെയ്യാറ് ഫ്ലാറ്റായിട്ടുള്ള കേക്കാണ്. അതിൽ സ്ക്വയറും റെക്റ്റാങ്കിളും വരാറുണ്ട് കേട്ടോ. നമ്മളിവിടെ സ്ക്വയറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആദ്യം നമ്മൾ ആ ഒരു ഡിസൈൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ ചെയ്യാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ പ്രിൻ്റ് നമ്മളെ പിന്നെയും ചതിച്ചു. പ്രിൻ്റ് എടുത്തപ്പം സൈസ് ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യണമല്ലോ, അപ്പം മാക്സിമം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചപ്പോൾ നമ്മൾ വിചാരിച്ച ഈ ഡിസൈന് സെറ്റാക്കാൻ പറ്റിയില്ല. അങ്ങനെ മനസ്സിലായത്
സമയം ആയിട്ടില്ല പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ബോർഡറൊക്കെ കൊടുത്ത് ആ ഒരു വിൻറ്റേജ് സെറ്റാക്കി ക്രീമൊക്കെ അങ്ങനെ ചെയ്ത് അവിടെ മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് മുന്നേ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ച ഈ ഒരു കേക്ക് ഉണ്ടായിരുന്നില്ലേ, അതാണ് നമുക്കിനി പെട്ടെന്ന് കൊടുക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷനിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു കേക്ക് ജസ്റ്റ് ആ ഒരു എന്താ പറയുക ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അത് ഇനാഗുറേഷൻ ചെറുതായിട്ടൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അന്ന് കൊടുക്കാനുള്ള എൻഗേജ്മെൻറ്റിൻ്റെ കേക്ക് സെറ്റാക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളതിൽ വൈറ്റ് റോസും പിന്നെ ജിപ്സം എല്ലാം നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് അതിൻ്റെ ടിപ്പ് പോർഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്ലവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലവർ അങ്ങനെ മീൻസ് എന്താ പറയുക ആ ഒരു ഇതളും കാര്യങ്ങളൊന്നും എന്താ പറയുക വിടർത്തുക എന്ന് പറയില്ലേ, അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് അതേപോലെ അതിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. പക്ഷേ പിന്നെയാണ് അതിൻ്റെ ഒരു ലോജിക്ക് കൊണ്ട് കത്തിയത്. അങ്ങനെ ഞാൻ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വിടർത്തി വെച്ചപ്പം അത് വലിയ കാണാനും കുറച്ച് അത്യാവശ്യം ലുക്കൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ അങ്ങനെയാണത് ചെയ്തത് എന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെ നമ്മൾ റോസ് ഒരു 3 റോസായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് ഒരാഴ്ച എന്ന പിക്കിൽ എനിക്ക് തോന്നുന്നു ഒരു റോസും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലുക്ക് ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് അപ്പം ഒരു 3 റോസാണ് അതിൽ കണ്ടത്. അങ്ങനെ ഞാനായി ഒരു 3 റോസായിട്ട് വാങ്ങി. ദെൻ എന്താ പിന്നെ ജിപ്സം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് സെറ്റാക്കി വെച്ചതായിരുന്നു. അങ്ങനെ അതും ജസ്റ്റ് 2 സൈഡിലാക്കിയിട്ട് സെറ്റ് ചെയ്തു. പിന്നെ നമ്മളുടെ ബണ്ണി ടൈലില്ലേ, ബണ്ണി ടൈൽ ആൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് ആ ഒരു എന്താ പറയുക എൻഗേജ്മെൻറ്റ് കേക്കിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാം മൈന്യൂട്ട് കാര്യങ്ങളും നമ്മളോടായിട്ട് ഡിസ്കസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബണ്ണി ടൈൽ അത് എനിക്ക് തോന്നുന്നു SM എന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ല SM എന്നല്ല, KV കോംപ്ലക്സിൽ അവിടെ ഒരു ഷോപ്പുണ്ട്, ബേക്ക് ആൻഡ് ക്രഷ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നായിരുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ അത് കേക്കിലൊക്കെ വെക്കുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അത് വാങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു കുട്ടികളെ എന്തോ ഒരു കേക്കിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് തോന്നുന്നു, ഫസ്റ്റ് ബർത്ത്ഡേക്കോ അങ്ങനെ എന്തോ ആയിട്ടാണ് വാങ്ങിയത്. അപ്പം അതിൻ്റെ കൂടെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ കേക്കിലൊക്കെ അത് യൂസ് ചെയ്യാൻ മീൻസ് രസം ഉണ്ടാവുള്ളൂ എന്നുള്ളതിലാണ്. പക്ഷേ ഇതിലും വെച്ചപ്പം എനിക്കും നല്ല ലുക്ക് തോന്നി. അങ്ങനെ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഉള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിക്കിലുള്ള പോലെ നമ്മൾ ഫ്ലവേഴ്സും ബണ്ണി ടൈലും പിന്നെ ഗോൾഡൻ ഫ്ലെക്സും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ +2 ഫ്രണ്ടാണ്. +2 മുതൽ ഇപ്പോഴും നമ്മളുടെ കൂടെയുള്ളൊരു കട്ടച്ചങ്ക് ഫ്രണ്ടാണ്. പിന്നെ അവളുടെ ഓനും നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു കേട്ടോ +2 ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു കാലം. അങ്ങനെ ആ കേക്കും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ ഒരു ഡാൻസ് ടീമിൻ്റെ കേക്കുണ്ട് സെറ്റാക്കാനുണ്ട്. വിൻറ്റേജ് തീമിലായിരുന്നേ സെറ്റാക്കാനുണ്ടായിരുന്നത്. സോ നമ്മൾ ആ റിബണും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ആ പ്രിൻ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ആ മുകളിലുള്ള ബോർഡർ മൊത്തം ഞാൻ ഒഴിവാക്കി. ഞാൻ വിചാരിച്ചത് അതിൻ്റെ ഉള്ളിൽ നിൽക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതും കടന്നു പോയി. അതുകൊണ്ട് പിന്നെ ബോർഡർ ഒഴിവാക്കാതെ വേറെ നിവർത്തിയില്ല. അങ്ങനെ നമ്മൾ ആ ക്രീമൊക്കെ എടുത്ത് ഒഴിവാക്കി. ദെൻ നമ്മൾ ആ പ്രിൻ്റ് ആദ്യം അങ്ങനെയാണ് ചെയ്യാറ്, പ്രിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ബോർഡറൊക്കെ ചെയ്യാറ്. എന്തോ എവിടെയോ ഒരു തകരാറുള്ളത് പോലെ. അങ്ങനെ നമ്മൾ പ്രിൻ്റ് വെച്ചു. ദെൻ ഒരു ബോർഡർ കൊടുത്തു. വൈറ്റ് തന്നെയായിരുന്നു കേട്ടോ കേക്ക്, വേറെ കളറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് അതിൻ്റെ പിക്കിലുള്ള ഒരു കോംബോ പോലെ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അങ്ങനെ സെറ്റാക്കി എടുത്തു. ദെൻ ഈ ഒരു റിബണും കൂടെ വെച്ച് കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മൾ 3 kg ബേസിലാണ് ചെയ്തത് ആയതുകൊണ്ട് വണ്ടീൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അവർ വന്നെടുത്തായിരുന്നു. എനിക്കന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് അമ്മ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡെലിവറിക്ക് ഇറങ്ങാം. ഫസ്റ്റ് ഈ ഒരു കേക്കായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്.
നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാഗ് കീറിയതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. വീഡിയോ ഇപ്പോഴല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മളുടെ ആ ഒരു പോസ്റ്ററിൻ്റെ അവിടെയൊക്കെ മഴ പെയ്തുകൊണ്ട് ചെറിയ കുട്ടി എന്താ പറയുക, ആ ഒരു പുല്ല് പോലത്തെ ഒരു സംഭവം, അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞി ഫ്ലവർ ഉണ്ട് കേട്ടോ. എന്തോ കാണാനൊരു മെനുള്ളതുകൊണ്ട് ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്താണ്. ഷോ ഓഫ്. അങ്ങനെ നമുക്കിനി നെക്സ്റ്റ് ഡെലിവറിക്ക് ഇറങ്ങാം. ഇത് നമ്മളുടെ എൻഗേജ്മെൻറ്റിൻ്റെ കേക്കാണ് കേട്ടോ. അപ്പം മഴയെ നോക്കി അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഒന്നാമത് കോട്ടിട്ട് പോയാലും ചിലപ്പോൾ നനഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട്. പെട്ടെന്ന് തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ എൻഗേജ്മെൻറ്റിന് ഇറങ്ങുകയാണ്. ഞാനും ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭാഗ്യത്തിന് നമുക്ക് മഴ കിട്ടിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ പുറത്ത് ആരെയും കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെ എടുത്ത് കൊണ്ടുപോകേണ്ടിയിരുന്നു. അങ്ങനെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ മുകളിൽ കയറിയപ്പം നമ്മളുടെ ബ്രൈഡ് ഇതാ വരുന്നു. അപ്പോൾ ബ്രൈഡ് പറഞ്ഞു താഴെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ നമ്മൾ താഴേക്ക് പോയി കേട്ടോ. പിന്നെ അവർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദെൻ നമുക്ക് വന്നിട്ട് ഇത് അവർ വന്നെടുക്കാമെന്നായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് അവർ അന്ന് ആ ഡേ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബോർഡറൊക്കെ ചെയ്ത് വെച്ച് പിറ്റേന്നാണ്, അതായത് ഡെലിവറി ഡേ ആണ് അവർ പോസ്റ്റ്പോൺ ചെയ്തതെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അന്നാണ് നമ്മൾ ഈ ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് ബോക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ദെൻ അമ്മ എടുത്ത് കൊടുത്തു. അപ്പം ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എടുത്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ ബോക്സിലാക്കി വെച്ചു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള 2.5 kg കേക്ക് വരുന്നത്. അങ്ങനെ ഇത് നമ്മൾ കേക്ക് നന്മണ്ട 12 സൂപ്പി റോഡ് അവിടെയായിരുന്നു കേട്ടോ അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് കൊടുത്ത് നമ്മളിങ്ങ് പോന്നു. പിന്നുള്ളൊരു കേക്ക് ഉണ്ടായിരുന്നു. ഒരു നൈറ്റിലേക്കായിരുന്നു ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ വീട്ടിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അതിൻ്റെ ചെറിയൊരു വർക്കും കൂടെ ഉണ്ടായിരുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു കേട്ടോ. പിൻട്രസ്റ്റിലാണ് ഞാൻ ഈ ഒരു കേക്ക് ഫസ്റ്റ് ടൈം കാണുന്നത്. കണ്ടപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് ചെയ്യാമെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. ദെൻ സ്ക്രീൻഷോട്ട് ചെയ്തപ്പോൾ അതേപോലെ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് കീപ്പ് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് ഒരു ഓർഡർ വന്നത്. പ്രത്യേകിച്ച് ഡിസൈൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളൊരിതിൽ എങ്ങനെയാ വെച്ചാൽ ചെയ്തോന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ വെറുതെ വിടൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ കസ്റ്റമറും ഒന്ന് സർപ്രൈസ്ഡ്. നമ്മൾ ആ ഒരു 15 ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ചു. ഫോണ്ടിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ റൈറ്റിങ് എപ്പിടി ഇருக்கு ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ അതും കൂടെ വെച്ച് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തു. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഡിസൈൻ ഇത് കണ്ടല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ ഇങ്ങനെയായി തീർന്നു. സോ ഇന്നത്തെ വർക്ക് ഇതൊക്കെയായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.